PSC ക്രൗണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ HSA സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ വരുന്നത്. പേഴ്സണൽ മെസ്സേജ് ആയിട്ടും കമൻ്റ് ആയിട്ടും എനിക്ക് ഇപ്പോഴും വരുന്ന കുറച്ച് ചോദ്യങ്ങൾക്കുള്ള എല്ലാ ഉത്തരങ്ങളും ചോദിക്കുന്ന കുട്ടികളുടെ ചോദ്യങ്ങളെല്ലാം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ എല്ലാവർക്കും ഈ ഡൗട്ടുകളൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനെല്ലാം കൂടെ ഒരൊറ്റ വീഡിയോ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ HSA സോഷ്യൽ സയൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേര് ആകാംക്ഷയിലാണ്. എന്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ വരുന്നില്ല, ഇനി എന്നായിരിക്കും വരുന്നത്, ഇനി വരില്ലേ, അതുപോലെ ഇനി എന്നായിരിക്കും എക്സാം നടക്കുന്നത്, നോട്ടിഫിക്കേഷൻ വന്ന് ഇനി എന്ന് എക്സാം നടക്കാനാണ്, എക്സാം നടന്നു കഴിഞ്ഞാൽ ഇനി ഇൻ്റർവ്യൂ എന്നായിരിക്കും, റാങ്ക് ലിസ്റ്റ് എന്നായിരിക്കും വരുന്നത്, ഇനി വരുന്ന KTTRക്ക് HSA എക്സാം എഴുതാനുള്ള അവസരം ഉണ്ടാകുമോ, ഇനി എന്താണ് HSA അവസാന HSA ആണോ, ഇനി HSA ഉണ്ടാകുമോ, അങ്ങനെ ഒരു നൂറ് ചോദ്യങ്ങൾ നിങ്ങളുടെ എല്ലാവർക്കും മനസ്സിൽ കാണും അല്ലേ. അപ്പോൾ അതിനൊക്കെ ക്ലിയർ കട്ട് ആൻസറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആദ്യമായിട്ടാണ് PSC ക്രൗൺ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾ HSA സോഷ്യൽ സയൻസിന് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നമുക്ക് HSA സോഷ്യൽ സയൻസിന് വേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും അതിനകത്ത് ജോയിൻ ചെയ്യുക. അതുപോലെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും നമ്മൾ ഒരു ലൈക്ക് ചെയ്തിട്ടും വീഡിയോ തുടർന്ന് മുന്നോട്ടൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും HSA സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ HSA സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്യുക. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ഗ്രൂപ്പിൽ എല്ലാവരും തന്നെ ജോയിൻ ചെയ്യുക കേട്ടോ. അതുകൂടാതെ നിങ്ങൾക്ക് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ HSA സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ് ഈ സ്ക്രീനിൽ എഴുതി പോകുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും HSA സോഷ്യൽ സയൻസ് വരാത്തത്, അതിനുള്ള ക്ലിയർ കട്ട് ആൻസർ നിങ്ങളിലേക്ക് എത്തിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോയുടെ മെയിൻ ലക്ഷ്യം. ഫസ്റ്റ് നിങ്ങൾക്കറിയാം HSA സോഷ്യൽ സയൻസ് ഒഴികെയുള്ള ബാക്കി എല്ലാ HSAയുടെയും നോട്ടിഫിക്കേഷൻ വന്നു. അത് അപ്ലൈ ചെയ്യാനുള്ള അവസാന ഡേറ്റും കഴിഞ്ഞിട്ടുണ്ട്. അതായത് മാത്സ്, മലയാളം, ഇംഗ്ലീഷ്, ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, ഹിന്ദി ഒക്കെ എല്ലാത്തിൻ്റെയും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. HSA സോഷ്യൽ സയൻസ് ഒഴികെയുള്ള എല്ലാ നോട്ടിഫിക്കേഷനും വന്നു കഴിഞ്ഞു. എന്തുകൊണ്ട് HSA സോഷ്യൽ സയൻസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നില്ല? അതാണ് ആദ്യത്തെ ചോദ്യം അല്ലേ. എന്തുകൊണ്ട് വന്നില്ല, എന്തുകൊണ്ടാണ് HSA സോഷ്യൽ സയൻസിന് നോട്ടിഫിക്കേഷൻ വരാത്തത്? അതിനൊരൊറ്റ ആൻസറേ ഉള്ളൂ. സാധാരണ രീതിയിൽ PSC പരീക്ഷകൾ നിങ്ങൾക്കറിയാം, കുറച്ച് വർഷമായിട്ട് PSC ഒരേ പാറ്റേൺ ആണ് ഫോളോ ചെയ്തു വരുന്നത്. ആ പാറ്റേണിൽ തന്നെ അതിൻ്റെ ആൻസർ ഉണ്ട്. PSC പരീക്ഷ നടന്നു കഴിഞ്ഞ് ഒരു ലിസ്റ്റ്, ഒരു മെയിൻ ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആ മെയിൻ ലിസ്റ്റ് വന്ന് 1.5 വർഷം കഴിയുമ്പോഴാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വരിക. അതിൽ HSA സോഷ്യൽ സയൻസ് ഒഴികെയുള്ള ബാക്കി എല്ലാ HSA, അതായത് HSA ഫിസിക്കൽ സയൻസിൻ്റെ കാര്യം നിങ്ങൾക്കറിയാലോ, കുറച്ച് വർഷങ്ങളായിട്ട് HSA ഫിസിക്കൽ സയൻസ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം അത് കേസുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂ ആണ്. അപ്പോൾ അങ്ങനെയാണ് HSA ഫിസിക്കൽ സയൻസ് ഒഴിച്ചു നിർത്താം. ബാക്കി HSA സോഷ്യൽ സയൻസ് ഒഴികെയുള്ള എല്ലാ HSAയുടെയും മെയിൻ ലിസ്റ്റ് വന്നിട്ട് 1.5 വർഷം കഴിഞ്ഞു. ഈ ഡിസംബറിൽ 1.5 വർഷം കഴിഞ്ഞത് കൊണ്ടാണ് HSA സോഷ്യൽ സയൻസ് ഒഴികെയുള്ള ബാക്കി എല്ലാ HSAയും നോട്ടിഫിക്കേഷൻ വന്നത്. പക്ഷേ HSAയുടെ സോഷ്യൽ സയൻസിൻ്റെ മെയിൻ ലിസ്റ്റ് നിലവിൽ വന്നിട്ട് 1.5 വർഷം ആയിട്ടില്ല. അതാകുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ടാണ് ഈ 1.5 വർഷം പൂർത്തിയാകുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം HSA സോഷ്യൽ സയൻസ് എന്ന് പറയും നമ്മൾ BEd PG ഒരു ഡിഗ്രിയോ കഴിഞ്ഞ് ഈ HSA സോഷ്യൽ സയൻസിന് വേണ്ടി മാത്രം നോക്കിയിരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ്. PSCയെ സംബന്ധിച്ചിടത്തോളം PSCയിൽ ഡെയിലി നടക്കുന്നതും അല്ലെങ്കിൽ ഒരു വർഷത്തിൽ നടക്കുന്ന 100 കണക്കിന് പരീക്ഷകളിൽ ഒരൊറ്റ പരീക്ഷയാണ് HSA സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത്. PSCക്ക് അത് വലിയ പ്രാധാന്യമുള്ള കാര്യമല്ല, പക്ഷെ നോക്കിയിരിക്കുന്ന നമുക്കത് വലിയൊരു കാര്യമാണല്ലേ. അപ്പോൾ അതുകൊണ്ട് PSC അതിൻ്റെ കൃത്യമായിട്ടുള്ള പ്രൊസീജിയർ അനുസരിച്ച് ഫോളോ ചെയ്ത് പോരുന്നുള്ളൂ. അപ്പോൾ ഒരു പരീക്ഷ കഴിഞ്ഞ് 1.5 വർഷം, മെയിൻ ലിസ്റ്റ് വന്ന് 1.5 വർഷം കഴിഞ്ഞിട്ടാണ് അടുത്ത ഒരു PSC പരീക്ഷ സാധാരണഗതി നടക്കുന്നത്. HSA സോഷ്യൽ സയൻസിൻ്റെ മെയിൻ ലിസ്റ്റ് വന്നിട്ട് 1.5 വർഷമായിട്ടില്ല. ഈ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് 1.5 വർഷം ആകുന്നത്. അപ്പോഴാണ് HSA സോഷ്യൽ സയൻസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്നായിരിക്കും ഇനി HSA സോഷ്യൽ സയൻസ് നോട്ടിഫിക്കേഷൻ വരിക? അടുത്ത മാസം അല്ലെങ്കിൽ മെയ് മാസം, ഏപ്രിൽ അല്ലെങ്കിൽ മെയ് മാസമായിരിക്കും അടുത്ത HSA സോഷ്യൽ സയൻസിൻ്റെ, അതായത് ഈ വരുന്ന HSA സോഷ്യൽ സയൻസിൻ്റെ നോട്ടിഫിക്കേഷൻ വരാനായിട്ടുള്ള സാധ്യതയുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ഇതിൻ്റെ ആൻസറിന് കൃത്യം കിട്ടിയില്ല. എന്തുകൊണ്ട് വന്നില്ല? വരാത്തതിന് കാരണം എക്സാക്റ്റ് ഇതാണ്. ഓക്കെ, ഫസ്റ്റ് ചോദ്യത്തിന് ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വൺ, ഇനിയും കേട്ടിട്ട് എഴുതുന്നവർക്ക് ഒരു അവസരം HSA എഴുതാനായിട്ട് സാധിക്കുമോ? അടുത്തൊരു കേട്ടിട്ട് എന്നായിരിക്കും? അടുത്തൊരു കേട്ടിട്ട് നടക്കാൻ സാധ്യത ജൂലൈ മാസത്തിൽ നോട്ടിഫിക്കേഷൻ വന്ന് ജൂൺ ജൂലൈ ആഗസ്റ്റ് ഒക്കെ മാസത്തിലായിരിക്കും പരീക്ഷ നടക്കാനുള്ള സാധ്യത. അതുകൊണ്ട് ഒരു
ഒരു 90% ഇനിയൊരു KTT എക്സാമിനുള്ള സാധ്യത കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അങ്ങനെ ഏപ്രിൽ മെയ് മാസത്തിൽ നോട്ടിഫിക്കേഷൻ വന്നാൽ എന്നായിരിക്കും HSA സോഷ്യൽ സയൻസിൻ്റെ പരീക്ഷ നടക്കുക? ഇതാണ് അടുത്ത ചോദ്യം. അപ്പോൾ നിങ്ങൾ സീരിയസ് ആയിട്ട് HSA സോഷ്യൽ സയൻസിന് വേണ്ടി നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. നിങ്ങൾ പഠിക്കാതിരിക്കരുത്. അതൊരു കാര്യം ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് പറഞ്ഞോട്ടെ. നിങ്ങൾ വിചാരിക്കുമോ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാം, അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കരുത്. കാരണം നിങ്ങൾക്ക് സിലബസ് എടുത്ത് നോക്കിക്കറിയാം, വൈഡ് സിലബസാണ് പഠിക്കാനുള്ളത്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ ഈ നിമിഷം തന്നെ നിങ്ങളുടെ പഠനം ആരംഭിക്കുക. HSA സോഷ്യൽ സയൻസിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലാസ്സുകൾ വേണമെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ HSA സോഷ്യൽ സയൻസിന് ഒരു മെസ്സേജ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്ലാസ്സുകൾ ലഭിക്കുന്നതായിരിക്കും. അത്ര ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ക്ലാസ്സുകൾ HSA സോഷ്യൽ സയൻസിന് വേണ്ടി നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കേട്ടോ. ക്ലാസ്സുകൾ വേണ്ടവർ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്, എന്നായിരിക്കും HSA എക്സാം സോഷ്യൽ സയൻസിൻ്റെ എക്സാം വരിക? സാധാരണഗതിയിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് വിചാരിക്കാം ഏപ്രിൽ അല്ലെങ്കിൽ മെയ് മാസത്തിൽ നോട്ടിഫിക്കേഷൻ വന്നു. സാധാരണഗതിയിൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 6 or 7 or 8 മാസം കഴിയുമ്പോഴായിരിക്കും എക്സാം നടക്കുക. അങ്ങനെയാണെങ്കിൽ എപ്പോഴായിരിക്കും എക്സാം നടക്കുക? ഇനി അടുത്ത ചോദ്യം, എന്നായിരിക്കും HSA സോഷ്യൽ സയൻസിൻ്റെ എക്സാം എന്ന്? എന്നായിരിക്കും? സാധാരണഗതിയിൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ് 6 or 7 മാസം കഴിയുമ്പോഴാണ് ആ പരീക്ഷ നടക്കാറ്, അതായത് നോട്ടിഫിക്കേഷൻ വന്ന എക്സാം നടക്കാറ്. അതാണ് ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അതായത് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ് 6 or 7 മാസം കഴിയുമ്പോഴായിരിക്കും എന്ത് ചെയ്യുക? എക്സാം വരിക. അപ്പോൾ ഇനി വേറൊരു പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്, നമ്മുടെ അതായത് ഒരു ലിസ്റ്റ് അവസാനിച്ച് ഒരു മെയിൻ ലിസ്റ്റ് അവസാനിക്കുന്നതിൻ്റെ നെക്സ്റ്റ് വീക്ക് അടുത്ത ലിസ്റ്റ് നിലവിൽ വരണം. അതാണ് PSCയുടെ മറ്റൊരു പ്രൊസീജിയർ. അതായത് ഒരു മെയിൻ ലിസ്റ്റ് അവസാനിക്കുന്നതിൻ്റെ നെക്സ്റ്റ് വീക്ക് പുതിയൊരു ലിസ്റ്റ് അതേ പോസ്റ്റിൽ നിലവിൽ വരണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നിലവിലുള്ള HSA സോഷ്യൽ സയൻസിൻ്റെ നിലവിലുള്ള HSA സോഷ്യൽ സയൻസിൻ്റെ ലിസ്റ്റ് അവസാനിക്കുന്നത് ഏകദേശം 2026 അവസാനത്തോടു കൂടിയാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ 2026 ഒരു നവംബർ ഡിസംബർ മാസങ്ങളിലായിട്ട് ഇപ്പോൾ നിലവിൽ കുട്ടികളെ അപ്പോയിൻമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന HSA സോഷ്യൽ സയൻസിൻ്റെ ലിസ്റ്റ് 2026 അവസാനിക്കുന്നു എന്ന് വിചാരിക്കുക. എക്സാമ്പിളാണ് കേട്ടോ. അങ്ങനെ അവസാനിക്കുമ്പോൾ എന്നാണോ അവസാനിക്കുന്നത് അതിൻ്റെ നെക്സ്റ്റ് വീക്ക് പുതിയ ലിസ്റ്റ് നിലവിൽ വരണം. അങ്ങനെ പുതിയ ലിസ്റ്റ് നിലവിൽ വരുന്ന ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന ലിസ്റ്റാണ് ആ ഒരു സമയത്ത് 2026 അവസാനം നിലവിൽ വരേണ്ടത്. അപ്പോൾ ഈ ലിസ്റ്റ് നിലവിൽ വരുന്നതിന് മുമ്പ് ഒരു വലിയൊരു പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ആ പ്രൊസീജിയറിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഏകദേശം ഒരു ഡേറ്റും കൂടി ഞാൻ പറഞ്ഞു പോകാം. അപ്പോൾ 2025 അതായത് ഏപ്രിൽ മെയ് മാസത്തിൽ നോട്ടിഫിക്കേഷൻ വന്നു എന്ന് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാം നടക്കാൻ സാധ്യത 2025 ഡിസംബർ അല്ലെങ്കിൽ 2026 ജനുവരിയിലായിരിക്കും. എന്നായിരിക്കും നോട്ടിഫിക്കേഷൻ വന്നു എന്ന് വിചാരിക്കുക. HSA സോഷ്യൽ സയൻസിന് നോട്ടിഫിക്കേഷൻ വന്നു. എക്സാം നടക്കാൻ സാധ്യത ഈ 2025 ഡിസംബർ അല്ലെങ്കിൽ ജനുവരി ആയിരിക്കണം. അങ്ങനെ ജനുവരിയിൽ എക്സാം നടന്നു എന്ന് വിചാരിക്കുക. പിന്നെ നെക്സ്റ്റ് പ്രൊസീജിയർ എന്താണ്? എക്സാം കഴിഞ്ഞിട്ടുള്ളത് സർട്ടിഫിക്കറ്റ് അപ്ലോഡിംഗ് മെസ്സേജ് ആണ് നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡിംഗ് മെസ്സേജ് വരാൻ സാധ്യത 2026 മെയ് മാസത്തിലാണ്. ഇതൊക്കെ ചാൻസ് ആണ് കേട്ടോ. നമ്മളിങ്ങനെ ഈ PSCയുടെ പ്രൊസീജിയർ ഏകദേശം ഇങ്ങനെയാണ്, ഓരോ രീതിയിലാണ് ഇപ്പോൾ കുറേ വർഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വെച്ചിട്ട് കൺക്ലൂഡ് ചെയ്തിട്ടാണ് 2026 കൃത്യം മെയ് ഇത്ര ദിവസം വരും എന്നല്ല ഞാൻ ഏകദേശം ഒരു കണക്കാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ 2026 മാർച്ചിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡിംഗ് മെസ്സേജ് വരാനാണ് സാധ്യത. അങ്ങനെ സർട്ടിഫിക്കറ്റ് അപ്ലോഡിംഗ് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ പിന്നത്തെ കടമ്പ എന്താണ്? പിന്നീട് ഒരു ലിസ്റ്റ് വരും. നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഉണ്ടോ ഇല്ലയോ എന്ന് ഏകദേശം അറിയാൻ പാകത്തിന് ഒരു കട്ട് ഓഫ് മാർക്കും ഒരു ലിസ്റ്റുമാണ്, ഷോർട്ട് ലിസ്റ്റുമാണ് പിന്നീട് നിലവിൽ വരുന്നത്. അത് മെയ് മാസം 2026 മെയ് മാസമായിരിക്കും ഷോർട്ട് ലിസ്റ്റും കട്ട് ഓഫും നിലവിൽ വരിക. അങ്ങനെ ഷോർട്ട് ലിസ്റ്റും കട്ട് ഓഫും നിലവിൽ വന്ന നെക്സ്റ്റ് പ്രൊസീജിയർ എന്താണ്? നെക്സ്റ്റ് പ്രൊസീജിയർ ഒബിയസ്ലി ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂ ഉണ്ടല്ലേ? അപ്പോൾ ഒരു ജൂലൈ മാസം 2026 ജൂലൈ മാസത്തിലായിരിക്കാം ഏകദേശം ഇൻ്റർവ്യൂ നടക്കുക. ഇൻ്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? പിന്നെ
മെയിൻ ലിസ്റ്റ് വരിക എന്താണ്. അപ്പോൾ 2026 ഇപ്പോൾ അപ്പോയിൻമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന, 2026 ലാസ്റ്റാണ് ഇപ്പോൾ അപ്പോയിൻമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ലിസ്റ്റ് അവസാനിക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ 2026 ഈ ലിസ്റ്റ് അവസാനിച്ച് നെക്സ്റ്റ് വീക്ക് ആകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഇപ്പോൾ നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുന്ന ലിസ്റ്റ് നിലവിൽ വരും. ഇങ്ങനെയായിരിക്കും ഒരു ഏകദേശ പ്രൊസീജിയർ മുന്നോട്ട് പോകാനായിട്ടുള്ള സാധ്യത. ഇപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ ക്ലിയർ കട്ടായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇപ്പോഴത്തെ പുതിയ സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളുടെ പഠനം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. നോട്ടിഫിക്കേഷൻ വരുന്നത് എന്തായാലും വരും, വരാതിരിക്കുകയൊന്നുമില്ല. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാം, ഇപ്പോൾ ഉള്ള സമയം ചുമ്മാതിരിക്കാമെന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ കാണിക്കുന്ന വലിയ മണ്ടത്തരായിരിക്കും. ഇനി നിങ്ങൾക്കൊരു അവസരം ഇനി HSA സോഷ്യൽ സയൻസിന് ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. ഇനി ആ ഒരു ചോദ്യം നോക്കാം. ഇനി ഒരു HSA പരീക്ഷ ഉണ്ടാകുമോ? അതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഇനി ഒരു HSA പരീക്ഷ ഉണ്ടാകുമോ? എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ ഇനി ഒരു HSA പരീക്ഷയ്ക്ക് സാധ്യത ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് കാരണം ഞാൻ പറയാം. നിങ്ങൾക്കറിയാം, പുതിയ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ആ റിപ്പോർട്ട് നടപ്പിലാക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏകദേശം അതിന് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, 2030 ആകുമ്പോഴത്തേനും ഇത് നടപ്പിലാക്കുമെന്ന്. കാലത്തിനനുസരിച്ച് വിദ്യാഭ്യാസ മേഖലയിലും നമ്മൾ നടക്കുന്ന സമൂഹത്തിലൊക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. ആ മാറ്റങ്ങളുടെ ഭാഗമാണ് ഈ റിപ്പോർട്ടും. അതനുസരിച്ച് കാര്യങ്ങൾ നടക്കും. 2030 ഇത് പ്രാബല്യത്തിൽ വരിക. നിങ്ങൾക്കറിയാം, PSC പരീക്ഷ, HSA പോലുള്ള പരീക്ഷ വർഷം നടക്കുന്നൊരു പരീക്ഷയല്ല, കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞാണ് ഈ പരീക്ഷ നടക്കുക. അപ്പോൾ ഈ 2026 അവസാനം വരാൻ പോകുന്ന ഒരു ലിസ്റ്റ് 2026 ഇപ്പോൾ നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുന്ന, അല്ലെങ്കിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന HSA സോഷ്യൽ സയൻസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന് ആ പരീക്ഷ നടന്ന് 2026 അവസാനം നിങ്ങളുടെ മെയിൻ ലിസ്റ്റ് നിലവിൽ വന്നു എന്ന് വിചാരിക്കുക. പിന്നെ ഒരു പരീക്ഷ വന്നെങ്കിൽ എന്താണ്, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ പ്രൊസീജിയർ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. എങ്ങനെ? 2026 ലിസ്റ്റ് നിലവിൽ വന്നു കഴിഞ്ഞാൽ 1.5 വർഷം കഴിഞ്ഞ് അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നു. അടുത്ത നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ട് ഒരു 6-7 മാസം കഴിഞ്ഞ് എക്സാം നടക്കുന്നു. 6-7 മാസം കഴിഞ്ഞ് എക്സാം നടന്നു കഴിഞ്ഞ് ഒരു 2 മാസം കഴിയുമ്പോൾ 2-2.5 മാസം കഴിയുമ്പോൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡിങ് മെസ്സേജ് വരുന്നു. പിന്നീട് ഒരു 2.5 മാസം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഷോർട്ട് ലിസ്റ്റും കട്ട് ഓഫും വരുന്നു. പിന്നെ ഒരു 2-1.5 മാസം കഴിയുമ്പോൾ ഇൻ്റർവ്യൂ വരുന്നു. ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഒരു 2 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താണ്, മെയിൻ ലിസ്റ്റ് വരുന്നു. ഇനി ഒരു സമയം 2026 അവസാനം വന്ന് പിന്നെ 1.5 വർഷം കഴിഞ്ഞ് പിന്നെ ഒരു എന്താ പറയുക നോട്ടിഫിക്കേഷൻ വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? 2030 ലയനം സംഭവിക്കും. അതിൽ യാതൊരു മാറ്റവും ഇല്ല, ഉറപ്പാണത്. കാരണം മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഓരോ കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ച് വിദ്യാഭ്യാസ മേഖല കാലാകാലങ്ങളിൽ ഈ മാറ്റങ്ങൾ ഉള്ളതാണ്. അപ്പോൾ ഈ ലയനം സംഭവിക്കുമ്പോൾ ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും ഒക്കെ ഒരുമിച്ചാക്കുമ്പോൾ പിന്നെ ഹൈസ്കൂൾ എന്ന് പറഞ്ഞ് പോസ്റ്റിന് കാര്യമില്ല. ഇപ്പം തന്നെ എന്താണ്, ഈ മാറ്റങ്ങൾ നടക്കാനുള്ള ഓരോ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ആക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഈ പ്രൊസീജിയർ കംപ്ലീറ്റ് ആക്കാനുള്ള സമയം ഇല്ല, അതിനു മുമ്പേ 2030 ആവും. പിന്നെ അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ ചുമ്മാ പുറപ്പെടുവിച്ചിട്ട് കാര്യമില്ലല്ലോ. ഈ പറയുന്ന പ്രൊസീജിയർ, ഇൻ്റർവ്യൂ, ഷോർട്ട് ലിസ്റ്റ്, മെയിൻ ലിസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ട് വേണ്ടേ വീണ്ടും 3 വർഷം ലിസ്റ്റിന് കാലാവധി വേണം. അപ്പോഴത്തേന് 2030 കഴിഞ്ഞു പോകും. പിന്നെ അങ്ങനെ ലിസ്റ്റിൻ്റെ പ്രാബല്യത്തിൽ വരേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് അവസാന HSA ആവാനാണ് ഒരു 95% സാധ്യത എന്ന് വേണം കരുതാനായിട്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും HSA സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സുകൾ വേണമെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. അതുപോലെ HSA സോഷ്യൽ സയൻസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ടാണ് PSC Crown എന്ന യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒരു ലൈക്കും കൂടെ ഒന്ന് ചെയ്തേക്കണേ. ഈ വീഡിയോയുടെ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.